ഡയറി കുറിപ്പ് തയ്യാറാക്കുക. മകനെ കാണാതെ വിഷമിക്കുന്ന ഒരമ്മയും ഡയറി കുറിപ്പ്. എൻ്റെ മകൻ കുട്ടികളോടൊപ്പം ഓടിക്കളിക്കുമ്പോൾ വീണു അപകടം പറ്റിക്കാനുമോ? ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു. അന്വേഷിച്ച് പോകാനാണെങ്കിൽ ആരും ഇവിടില്ല. ആ 11 കൂടാതെ എൻ്റെ മകൻ വന്നാൽ മതി. ടിപ്പ് തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്നും വാട്ട് വെയർ എമോഷൻസ്, ഫീലിങ്സ് ഇതെല്ലാം മനസ്സിലാക്കി സെൻറ്റൻസ് ഉണ്ടാക്കി എഴുതുക. 9. കത്ത് തയ്യാറാക്കാം. ഉദാഹരണം: പോലീസുകാരനിൽ നിന്നും രക്ഷപ്പെട്ട റാം മെത്രാൻ ഒരു കത്തയച്ചു. സ്ഥലം, തീയതി: പ്രിയപ്പെട്ട മെത്രാനച്ചൻ, ഞാൻ ചെയ്ത് വളരെ വലിയ തെറ്റായിരുന്നു. വെള്ളിക്കരണ്ടികൾ മോഷ്ടിച്ച് എന്നെ പോലീസ് പിടിച്ചു. പക്ഷേ എന്നെ രക്ഷിക്കാൻ താങ്കൾ പോലീസിനോട് കള്ളം പറഞ്ഞു. ആ വലിയ സ്നേഹവും ദയയും ഞാൻ മറക്കില്ല. പണത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. നിങ്ങളുടെ സ്നേഹവും ദയയും എന്നെ മാറ്റി. നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ ഞാൻ ശ്രമിക്കും. സ്നേഹത്തോടെ, റാം. ടിപ്പ്: പ്ലേസ്, ഡേറ്റ്, ഇൻട്രൊഡക്ഷൻ, വേർഡ്. പ്രിയപ്പെട്ട, ക്ഷണിക്കുന്ന ആൾ. ആർക്ക് എഴുതുന്നത്, എന്തിന് എഴുതുന്നു, സ്നേഹത്തോടെ, പേര്, ഒപ്പ്. യാത്രാ വിവരണം. 2. Where, place, vehicle for traveling. യാത്രാ വിവരണം: ഞാൻ കഴിഞ്ഞ ജൂൺ മാസത്തിൽ 24-6-2025 കോഴിക്കോട് യാത്ര പോയി. വന്ദേ ഭാരത് ട്രെയിനിലാണ് ഞാൻ പോയത്. എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും ഒപ്പമാണത് ഞാൻ യാത്ര ചെയ്തത്. ട്രെയിനിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. പുഴകളും പാടവും മലകളും മരങ്ങളുമെല്ലാം ഞാൻ കണ്ടു. 2ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ കേരളം എന്ന പദ്യം എനിക്ക് ഓർമ്മ വന്നു. പാടും പുഴകളും തോടും മോടിക്കൂടും മലരണിക്കാടും നീളെ കളകളം പാടും കാട്ടുചോലയും മാമണിമേടും വെള്ളി അരഞ്ഞാണ് പോലെ എൻ്റെ കേരളമെന്തൊരു ഭംഗി, എൻ്റെ കേരളമെന്തൊരു ഭംഗി. 11. ചിത്രം ചേർത്തൊടുക്കുക. പാഠപുസ്തകങ്ങളിലെ പോലെ എഴുതുക. ഫുൾ സ്റ്റോപ്പ്, കൊമ, ക്വസ്റ്റ്യൻ മാർക്ക്, കോൺവെർസേഷൻ തുടങ്ങിയ ചിഹ്നങ്ങൾ ചേർക്കാം. 12. ദൃക്സാക്ഷി വിവരണം. കോമന്ററി: ഏതെങ്കിലും കളിക്കലെ പറ്റി. ആരാണ് കളിക്കുന്നത്, അവരുടെ മൂവ്മെന്റ്സ്, എക്സൈറ്റ്മെന്റ്. 13. പ്രസംഗം തയ്യാറാക്കുക. ഉദാഹരണം: ലോക ഉപരോധനം അഭിവന്തുമായ ജീവജാലങ്ങളുടെ സഹപാഠി ലോകം
ഒരു തറവാടാണ് നമ്മൾ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. സമഭാവനയാണ് നമുക്ക് വേണ്ടത്. കേട്ടിട്ടല്ലേ സഹോദരൻ അയ്യപ്പൻ എഴുതിയ സമഭാവന എന്ന് ആ വാതിൽ കവിത. വലുതിന്നിര ചെറുതെന്നതു മൃഗജീവിത നിയമം, ചെറുതിൻ തുണ വലുതെന്നതു തന്നെ നരധർമ്മം. ദൃഢമേ മരുമിവിടെ സുഖം വരേണ്ടവരല്ലോ, സമഭാവന കൈകൊള്ളുക സമഭാവന ശരണം. ഒരുവയാണ് നമ്മുടെ ശക്തി. പല ജാതി, പല മതം, പല വേഷം, പലതരം ആചാരങ്ങൾ തുടങ്ങിയവ ഉള്ള രാജ്യമാണ് നമ്മുടെ. എങ്കിലും ഒരു കുടുംബമായി സമഭാവനയോടെ നമ്മൾ ജീവിക്കണം. നന്ദി. താങ്ക് യു ഓൾ ഫോർ പേഷ്യൻസ് ലിസണിങ്.